أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا. ബഹുമാനരായ പുതുപ്പള്ളിയിലെയും പരിസരങ്ങളിലെയും മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്ന് ഉണർത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മുഹൈദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിം എന്നതാണ് ഇന്നത്തെ വിഷയം. ക്രിസ്തുമസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൗലിദ് ആഘോഷിക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മുന്നോടിയായി വീടുകളിൽ നക്ഷത്രങ്ങൾ തൂങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുമസ് മരവും അപ്പൂപ്പനും പുളിപ്പിച്ച അപ്പവും മെഴുകുതിരിയും അതുപോലുള്ള ഏർപ്പാടുകളുമൊക്കെ വരാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്യുന്ന സഹോദരങ്ങൾ ഉണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് വിചാരിക്കുന്ന, അള്ളാഹു തന്നെയാണെന്ന് വിചാരിക്കുന്ന, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർ സ്വർഗത്തിന്റെ മാർഗത്തിലാണെന്ന് വിചാരിക്കുന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരുമായി അടുപ്പിക്കുവാനുള്ള ഒരു മാർഗമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേജുകൾ, ആയത്തുകൾ ഉപയോഗിച്ചത് ജൂതക്രിസ്ത്യാനികളുടെ കാര്യത്തിലാണ്. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കൂടുതൽ ആവർത്തിച്ച് ഖുർആൻ ഉപയോഗിച്ചത് ജൂതക്രിസ്ത്യാനികളുടെ വിഷയമാണ്. 136 സ്ഥലത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് വന്നത്. 24 സ്ഥലത്താണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് വന്നത്. 69 സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് വന്നത്. അപ്പോൾ
ഇസ്രായേൽ മക്കൾ, അഹ്ലു കിതാബ്, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇത്രയേറെ സ്ഥലത്ത് യഹൂദി നസാറായുടെ വിഷയം പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും? അതിന് പ്രധാനപ്പെട്ട കാരണം മക്ക മുശ്രിക്കുകൾക്ക് ഒരു ഗ്രന്ഥമില്ല. എന്നാൽ ജൂത ക്രിസ്ത്യാനികൾക്ക് ഗ്രന്ഥങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നിലനിൽപ്പുണ്ട്. ഇന്ന് മക്കത്തെ മുശ്രിക്കില്ല, മക്കയിലുള്ളൊരു മുശ്രിക്കും ഇന്നില്ല. എന്നാൽ ജൂതന്മാർ, ക്രിസ്ത്യാനികളും ഇന്നുമുണ്ട്. അവരുടെ വേദഗ്രന്ഥം ഇന്നുമുണ്ട്. അതിന് വരുത്തിയ മാറ്റത്തിരുത്തലുകൾ അങ്ങനെ തന്നെയുണ്ട്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും പോലെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഒരുപാട് വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, നമ്മളിൽ പലരുടെയും സ്വഭാവവുമായി അവരുടെ സ്വഭാവത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് സാമ്യതകൾ കാണാനുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാകും. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് പോയതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിലുള്ള കാലം വളരെ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെയും 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പടച്ചതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പയില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജെറൂസലമിലാണ്, മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈസാ നബി നബിയാണ്, റസൂലാണ്, മൗജൂദത്തുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മൗജൂദത്തില്ല, നബിയല്ല, റസൂലല്ല, വഹി കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വിഷയത്തിന്റെ പേര് കേൾക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംബിയാ മുർസലുകളെ അയച്ചത് എന്തിനാണ്? ഇവിടെ മനുഷ്യന് ജീവിക്കണം, തിന്നണം, കുടിക്കണം, ഉടുക്കണം, കിടക്കണം, സഞ്ചരിക്കണം. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ആലോചിച്ച് കണ്ടെത്തുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അറദഹും അലൽ മലായിക, എന്നിട്ട് മലായികത്തിന് മുമ്പിൽ സമർപ്പിച്ചു, മലായികത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലായി, ഇവയുടെ പേരുകളൊന്ന് പറയൂ. ഇൻകുന്തും സാദിഖീൻ ഖാലൂ സുബ്ഹാനക, പടച്ചവനെ നീയാണ് പോരായ്മകളില്ലാത്തവൻ, പരിശുദ്ധൻ. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, അംബിഊഹും ബിഅസ്മാഇഹിം, അതനെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പേരിടാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ, അതിന്റെ ഉപയോഗങ്ങൾ കണ്ടെത്താൻ ഉള്ള കഴിവ് മനുഷ്യന് പടച്ചവൻ നൽകി. അങ്ങനെയാണ് ഈ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം. ഇരിക്കുന്ന കസേരയും ചവിട്ടുന്ന ചെരുപ്പും അണിഞ്ഞ വാച്ചും കണ്ണടയും ചൂടുന്ന കുടയും ഉപയോഗിക്കുന്ന മൊബൈലും പേനയും മാത്രമല്ല, വാഹനങ്ങള്, ഉപകരണങ്ങള്, മരുന്നുകൾ, എല്ലാം മനുഷ്യൻ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബുദ്ധി, അവൻ ഈ ലോകത്ത് നൽകിയിട്ടുള്ള സാധനങ്ങൾ, ഇവിടെയുള്ള ഇരുമ്പ്, ഇവിടെയുള്ള സ്വർണം, ഇവിടെയുള്ള വസ്തുക്കള്, വാതകങ്ങൾ, ദ്രാവകങ്ങൾ, ഖരപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയത്. എന്നാൽ അവർക്കാർക്കും കണ്ടെത്താൻ കഴിയാത്ത, അവർക്കാർക്കും സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ട്. അത് പരലോകത്ത് സ്വർഗം വാങ്ങാൻ എന്ത് ചെയ്യണം എന്ന വിഷയമാണ്. പരലോകത്ത് നരകത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം?
പരലോകമുണ്ട്. ആ പരലോകത്ത് ഖിയാമത്ത് നാളുണ്ട്. ഖിയാമത്ത് നാളിൽ വിചാരണയുണ്ട്. വിചാരണയിൽ വിധി പ്രസ്താവനയുണ്ട്. അളവും തൂക്കവുമുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യൻ നന്നാകണം. ഇവിടെ മനുഷ്യൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം. എങ്ങനെ മനുഷ്യൻ നന്നാകും, എങ്ങനെ മനുഷ്യൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും, ആ കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ് മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് അമ്പിയ മുർസലുകളെ അയച്ചത്. കണ്ടുപിടുത്തങ്ങൾ നടത്താനോ ഭൗതികമായ കാര്യങ്ങൾ നടത്താനോ കച്ചവടം, കൃഷി, ഏർപ്പാടുകൾ, ഇടപാടുകൾ പഠിപ്പിക്കുവാനോ അല്ല അമ്പിയ മുർസലുകൾ വന്നത്. മറിച്ച് സ്വർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനാണ് അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഇന്ന് ആയിരക്കണക്കിന് മുജാഹിദ് പള്ളികളിൽ മഗ്‌രിബ് നിസ്കരിച്ചത്, യാത്രക്കാരെ ഇശ നമസ്കരിച്ചു കഴിഞ്ഞത് 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെയാണ് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളെല്ലാം സ്വീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ നിസ്കരിക്കുക. അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനനുസരിക്കണം, നിങ്ങൾ അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ ആ അഭിപ്രായ വ്യത്യാസത്തെ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത്, പറഞ്ഞത്, വിശ്വസിച്ചത്, അംഗീകരിച്ചത്, അവിടുന്ന് അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ ചെയ്ത് കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അംഗീകരിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിലെ 631-ാമത്തെ ഹദീസിൽ കാണാം, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. അതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നയം. അതുകൊണ്ട് സുഖമാണ് നമുക്ക്. ഒരു പണി നമുക്കില്ല. ഉണ്ടാക്കേണ്ട പണിയില്ല, ഒന്നും ഉണ്ടാക്കേണ്ട പണിയില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. റസൂൽ സഹാബിമാർക്ക് കാണിച്ചു കൊടുത്തു, സഹാബത്ത് റിപ്പോർട്ട് ചെയ്തു, താബികളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലെത്തി. അത് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികള്, വാക്കുകള്, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങള് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്താലും മതി. വളരെ സുന്ദരമാണ്, ഒരു പ്രയാസവുമില്ലാത്ത പരിപാടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ പ്രവാചകന്മാരിലൂടെ നമ്മളെ, ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ ഒക്കെ ഓർമ്മിപ്പിച്ചു. എല്ലാവരെയും എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൂറത്ത് സഫിലെ 6-ാമത്തെ ആയത്ത്, ഇത് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ, ഇനി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്കുള്ള പ്രവാചകനാണ്, നിങ്ങൾക്കുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എന്റെ കാലശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് എന്ന റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് വന്നത്. സുബ്ഹാനല്ലാഹ്. ഭവിഷ്യ മഹാപുരാണത്തിൽ വ്യാസ മഹർഷി പറഞ്ഞതായി നമുക്ക് കാണാം, യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമന്വിത മഹാമതൈദിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഈ സന്ദർഭത്തിൽ വിദേശീയനായ ഇന്ത്യക്കാരനല്ലാത്ത മുഹമ്മദ് തന്റെ അനുയായികളോടുകൂടി ലോകത്ത് ഹാജരാകും എന്നാണ്. കുടുംബമുണ്ടാകൂല, താടി വളർത്തിയിട്ടുണ്ടാകും, അവര് ചേലാകർമ്മം ചെയ്യും, മുസൈലന്മാർ മുസ്ലിങ്ങൾ എന്നവരറിയപ്പെടും, മാംസം കഴിക്കും, തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഹൈന്ദവരുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവർത്തന പുസ്തകത്തിൽ ബൈബിളിൽ 18-ാം അധ്യായത്തിൽ 18 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്.
അപ്പോൾ ക്രൈസ്തവരുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലൻ നാസി ബി ഈസാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും അടുത്ത അവകാശി ഞാനാണ്. റസൂലുള്ളാഹി പറയാം, വലൈസ ബൈനി വബൈനഹു നബിയ്യുൻ, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ വേറൊരു നബിയില്ല. നഹ്നു, ഞങ്ങള് മഅ്ശറൽ അംബിയാവിന്റെ കുടുംബം, ഔലാദു അല്ലാഹിൻ, ഒരേ ബാപ്പ കുറെ ഉമ്മ, അങ്ങനെയുള്ളവരുടെ മക്കളാണ്. ദീനുനാ വാഹിദ്, ഞങ്ങളുടെ എല്ലാം മതം ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ പ്രവാചക കുടുംബത്തിലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും ഒരു പിതാവിന്റെ വേറെ വേറെ മാതാക്കളുടെ മക്കളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. ഈ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പടപ്പായി വന്ന രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തു മറിയമിൽ അത് വിശദമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറിയം റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ്, ബാപ്പാന്റെ പേര് ഇമ്രാൻ എന്നാണ്. സൂറത്തു ആല ഇമ്രാൻ ഖുർആനിലെ 3-ാമത്തെ സൂറത്താണ്. ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം എന്നാണ്. ഇമ്രാന്റെ കുടുംബത്തിൽ ആരാ ഉള്ളത്? ഇമ്രാന്റെ ഭാര്യ മകളായ മറിയം ബീവി, പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാണ്. പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ട സാധാരണക്കാരനാണ് ആര്? ഇമ്രാൻ. ഒരു സാധാരണ കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഖുർആനിലെ ഒരു സൂറത്ത്. സുബ്ഹാനല്ലാഹ്. ആ സൂറത്ത് ആല ഇമ്രാനിലെ 37 മുതൽ ഉള്ള ആയത്തുകൾ വായിച്ചു നോക്കുക, ഓതി നോക്കുക. അപ്പോൾ ആ അത്ഭുതകരമായ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോൾ അവർ തീരുമാനിച്ചു, ഇന്നീ നദർതു മാ ഫീ ബത്നി ലക മാ ഫീ ബത്നി മുഹററ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ പള്ളിയിലേക്ക് നേർച്ചയാക്കുന്നു, പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ. ഫലമ്മാ വളഅതുഹാ ഉൻസാ, പ്രസവിച്ചു നോക്കുമ്പോ പെണ്ണാണ്. വലൈസ ദക്കറു വലഹുൽ ലൈസ ദക്കറു മിസ്ലൽ ഉൻസാ, പെണ്ണ് ആണും ഒരുപോലെയല്ല. വല്ലാഹു അഅലമു ബിമാ വളഅത്, പ്രസവിച്ചത് എന്തിനെയാണെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. ലൈസ ദക്കറു വൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല, പക്ഷേ നേർച്ചയാണ്. അതുകൊണ്ട് നേർച്ച വീട്ടാൻ തയ്യാറായി. മറിയം റളിയല്ലാഹു അൻഹ പള്ളിയിൽ താമസം ആരംഭിച്ചു. പള്ളിയിൽ പ്രത്യേകമായ ഒരു കൂടാരം കെട്ടി അവിടെ താമസിച്ചു. ഏതാ പള്ളി? നാട്ടുകാരെ ചിന്തിക്കുക, ഏത് പള്ളിയാ? പെണ്ണിന് താമസിക്കാൻ പറ്റുന്ന പള്ളി, പെണ്ണിന് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി നമ്മുടെ നാട്ടിലെ പള്ളിയിൽ സമ്മതിക്കുമോ? പ്രയാസമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ്. സൂറത്ത് ആല ഇമ്രാനിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ മറിയം, ഓ മറിയമേ, ഉഖ്നുതി ലിറബ്ബികി, നിന്റെ റബ്ബിന് വണങ്ങണം. വസ്ജുദി വർകഇ മഅർ റാകിഈൻ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നിസ്കരിക്കുകയും വേണം. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നിസ്കരിക്കണം. അങ്ങനെ മറിയം റളിയല്ലാഹു തആല അൻഹ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇമാമത്തിന്റെ കീഴിൽ അവിടെയുള്ള ആണുങ്ങളുടെ പിന്നിൽ, അവിടെയുള്ള കുട്ടികളുടെ പിന്നിൽ നിസ്കരിച്ചു. അങ്ങനെ ഇരിക്കെ അവർ പ്രായമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായി തീരാൻ നിശ്ചയിച്ചു. അങ്ങനെയാണ് സൂറത്ത് മറിയമിൽ മറ്റു സൂറത്തുകളിലെല്ലാം ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറവിയുടെ കഥ പറയുന്നത്. സൂറത്ത് മറിയമിലെ 26 മുതലുള്ള 20 ആയത്തുകൾ നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം